നിനക്ക് വേണ്ടി സർവ്വതും മുന്നമേ ഒരുക്കി വെച്ചിട്ട് നിനക്ക് ദൈവം ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ അവകാശം ഒരുക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു കൊതുകിന്റെ കടി കൊണ്ട് കൊതുകീന്ന് തന്നെ രക്ഷിപ്പാൻ ആർക്ക് സാധിച്ചില്ല. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു. ഓടിച്ചു പറയാം, ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം. ഇനി ശ്രദ്ധിക്കണം, ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം. എന്താ? യേശുവിന്റെ വരവിനായി കാലമൊരുക്കി വെച്ച ഈ ഭരണകൂടത്തിന്റെ സംഭാവന. ബാബിലോൺ ചെയ്ത സംഭാവനയുണ്ട്, പേർഷ്യ ചെയ്ത സംഭാവനയുണ്ട്, ഗ്രീസ് ചെയ്ത സംഭാവനയുണ്ട്, റോം ചെയ്ത സംഭാവനയുണ്ട്. യേശു എന്തിനാ വരുന്നത്? യേശു വരുന്നത് പലസ്തീനിൽ പാർക്കുവാൻ വേണ്ടിയിട്ടല്ല. യേശു വരുന്നത് പലസ്തീൻ ഇട്ടാവട്ടത്തിലുള്ള 10 കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ടല്ല. യേശു വരുന്നത് ലോകം മുഴുവനും താൻ ആരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ. അപ്പൊ ലോകം മുഴുവൻ താൻ ആരെന്ന് വെളിപ്പെടുത്തണമെങ്കിൽ തന്നെ കുറിച്ച് പറയേണ്ടവർ ലോകം മുഴുവൻ സഞ്ചരിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ തന്നെ കുറിച്ച് പറയുന്നവർ ലോകം മുഴുവൻ സഞ്ചരിക്കുവാൻ കഴിയണമെങ്കിൽ കഴിയേണ്ടതിന്റെ സാഹചര്യങ്ങൾ യേശുവിന്റെ വരവിന് മുൻപ് ഈ ലോകത്തിൽ ഒരുങ്ങപ്പെടണം. ഹല്ലേലൂയ. ഞാനിങ്ങനെ പോയാൽ ഇന്നും നാളെയും കൂടി ഒരിക്കലും ഈ പ്രസംഗത്തിന് ഭാഗം പോലെ തീർക്കാൻ പറ്റില്ലേ? പക്ഷെ പോകാതിരിക്കാനും പറ്റില്ല, പോകാതെ മുൻപോട്ട് പോകാനും സാധ്യമല്ല. അതിന് തൊട്ടു വെച്ചങ്ങ് പറയാം, ബാബിലോൺ സംഭാവന ചെയ്ത അനവധി സംഭാവനയുണ്ട്. ആ സംഭാവനയിൽ അതിപ്രധാനമായ സംഭാവനയാ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും കോർത്തിണക്കുന്ന ശൃംഖല, കോർത്തിണക്കുവാൻ കഴിയുന്ന ഒരു ശൃംഖലയ്ക്ക് ബാബിലോൺ അടിസ്ഥാനമിട്ടു. ഞാൻ ഒത്തിരി വിവരിക്കാതെ പെട്ടെന്ന് പോകാം. അപ്പൊ ബാബിലോൺ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുവാൻ കഴിയേണ്ട ഒരു ശൃംഖലയ്ക്ക് അടിസ്ഥാനമിട്ടു. അഥവാ ലോകത്തിൽ ഏത് രാജ്യത്തിൽ ലോകത്തിലുള്ളവർക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന സാഹചര്യം ബാബിലോൺ സാമ്രാജ്യം ഉണ്ടാക്കിക്കൊടുത്തു. ആ ഉണ്ടാക്കിക്കൊടുത്തപ്പോൾ ബാബിലോൺ സാമ്രാജ്യം ഉണ്ടാകും വരെ ഓരോ ദേശത്തുള്ളവർക്ക് മറ്റൊരു ദേശത്ത് പ്രവേശിക്കുവാൻ വിലക്കുണ്ടായിരുന്നു. ആ വിലക്കിനെ തകർത്തുകൊണ്ട് ബാബിലോൺ ഒരു തീരുമാനമെടുത്തു. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ച് കോർത്തിണക്കണം, സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു ശൃംഖലയുണ്ടാക്കണം. അതുണ്ടാക്കി. രണ്ടാമത്, ബാബിലോൺ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് പേർഷ്യൻ ശക്തി അധികാരത്തിൽ വന്നു. പേർഷ്യ സംഭാവന ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയപ്പെടുന്ന സംഭാവനയൊക്കെ അവർ രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിലും കാലസമ്പൂർണതയിൽ വരേണ്ട ഒരുവന്റെ യാത്രയുടെ ക്രമീകരണത്തിനായി ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതികളായിരുന്നു. അതിൽ പേർഷ്യൻ സംഭാവന എന്താ? നിങ്ങളിൽ പലരും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യൻ കൾച്ചറിൽപ്പെട്ട വസ്ത്രമല്ല. നമ്മളുടെ ഉപദേശിമാർ, ദൈവദാസന്മാർ ധരിക്കുന്ന ജുബ, ഈ ജുബ നമ്മുടെയല്ല, ഇത് പേർഷ്യന്റെയാ, ഇത് ഇറാന്റെ സംഭാവനയാ. അതുപോലെ തന്നെ
ഇറാൻ സംഭാവന ചെയ്തത് തബലയുടെ മ്യൂസിക് സിസ്റ്റം അഥവാ സംഗീതത്തിന്റെ അകമ്പടികൾ ലോകത്തിന് സംഭാവന ചെയ്തത് അറേബ്യൻ ശക്തികളാ. അപ്പൊ ശ്രദ്ധിക്കണം, കർത്താവായ യേശുവിന്റെ വരവിനായി ഇവര് പോലും അറിയാതെ ലോകങ്ങളെ ഒന്നിപ്പിക്കുന്നു. രണ്ട്, സാഹചര്യങ്ങളെ ഒന്നിപ്പിക്കുന്നു, സംവിധാനങ്ങളെ ഒന്നിപ്പിക്കുന്നു. അവർക്ക് ശേഷമായി മൂന്നാമത്തെ ഭരണം വന്നു. ആ ഭരണമാണ് ഗ്രീസ് ഭരണം. എന്താ ഗ്രീസിന്റെ സംഭാവന? നിങ്ങൾക്ക് ഗ്രീസിനെ അറിയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. ഗ്രീസിനെ ഒരു ഭരണകർത്താവുണ്ടായിരുന്നു. അവന്റെ പേരാണ് അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ പ്രായം കേൾക്കണോ? താൻ മരിക്കുമ്പോൾ തനിക്ക് 32 വയസ്സ് പ്രായം. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ പകുതി ഭാഗത്തോളം തൻ്റെതാക്കി മാറ്റി. അങ്ങനെ ഇരിക്കെ, നിങ്ങൾ വളരെ മനസ്സിലാക്കേ, അങ്ങനെ ഇരിക്കെ ഇന്ത്യയിൽ വെച്ച് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു കൊതുകിന്റെ കടി കൊണ്ടു. ഒരു കൊതുകിന്റെ കടി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച, ലോകം മുഴുവൻ കൈവെള്ളയിലൊതുക്കിയ, എന്തിന്? കടലിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, കടലേ, നീയും ഒരു കരയായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിച്ചേനെന്ന് പറഞ്ഞ് കണ്ണുകൾ കൊതിച്ചത് മുഴുവൻ 32 വയസ്സിനകത്ത് വെട്ടിപ്പിടിച്ചവൻ, ആരെയും പേടിക്കാത്തവൻ, എങ്ങും കൂസാച്ചവൻ ഇന്ത്യയിൽ വന്ന് ഒരു കൊതുകിന്റെ കടി കൊണ്ടു. ആ കൊതുകിന്റെ കടി കൊണ്ടപ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ, തന്നെ മറയ്ക്കാൻ എല്ലാ അകമ്പടി സേവകരുണ്ടെങ്കിലും കൊതുകീന്ന് തന്നെ രക്ഷിപ്പാൻ ആർക്ക് സാധിച്ചില്ല. അങ്ങനെ കൊതുകിന്റെ കടി കൊണ്ടത് താൻ അത്ര ഗൗരിച്ചില്ല. അങ്ങനെ ഇരുന്ന് താൻ യാത്രയായി. തന്റെ കൂടി ഒരു കൂട്ടം സൈനികരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന പായ്ക്കപ്പൽ വഴിയാ. പായ്ക്കപ്പൽ വഴി. അങ്ങനെ പായ്ക്കപ്പൽ വഴി സഞ്ചരിച്ച് ഇവർ തർസോസ് എന്ന സ്ഥലത്തെത്തി. തർസോസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സ്ഥലം തർസോസ്. ആരാ തർസോസുകാരൻ? ശൗലേ, പൗലോസിന്റെ സ്ഥലം. ഈ തർസോസ് എന്ന സ്ഥലത്ത് അലക്സാണ്ടർ ചക്രവർത്തി എത്തി. താൻ പോകുന്നത് മെഡിറ്ററേനിയൻ കടൽ വഴിയാ. ഈ മെഡിറ്ററേനിയൻ കടൽ വഴി പോയി തർസോസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ തർസോസിൽ ഒരു നദിയുണ്ട്. അഥവാ ഇവർ കടന്നു പോകുന്ന യാത്രാ നടുവിൽ തർസോസിൽ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് സിഗ്നസ് നദി. സിഗ്നസ് നദി. ആ സിഗ്നസ് നദി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും തണുത്ത വെള്ളമുള്ള നദി. ഈ ലോകത്തിൽ ഏറ്റവും തണുത്ത വെള്ളമുള്ള നദിയായ സിഗ്നസ് നദിയിൽ ഈ കൂടെ വന്നവർക്കൊരാഗ്രഹം, കുളിക്കണം. അങ്ങനെ കുളിക്കാൻ വേണ്ടി കൂടെ വന്നവർ സിഗ്നസ് നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിക്കൊരു കൊതി, എനിക്കൂടി കുളിക്കണം. അപ്പോൾ 32 വയസ്സുള്ള അലക്സാണ്ടർ തർസോസ് വഴി യാത്ര ചെയ്യുക സിഗ്നസ് നദിയിൽ കുളിച്ചു. കുളിച്ചെഴുന്നേറ്റ് മുൻപിൽ കയറി വന്നു. അതിനുശേഷം താനെ യാത്ര തുടരെ. തനിക്ക് പനി പിടിച്ചു. പനി പിടിച്ചപ്പോൾ ആ പനി വല്ലാതെ തന്നെ അസഹ്യപ്പെടുത്തി. അവർ തന്നെ ബാബിലോണിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ നോക്കി. പക്ഷെ ബാബിലോണിൽ വെച്ച് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു. എന്നാൽ കേൾക്കണോ, ഈ അലക്സാണ്ടർ ചെയ്ത കുറെ കാര്യമുണ്ട്. അതിലൊന്ന്, നദികളെ തമ്മിൽ അലക്സാണ്ടർ യോജിപ്പിച്ചു. കടലുകളെ തമ്മിൽ
ഈ പാതയൊരുക്കിച്ച് യാത്രാ സൗകര്യമൊരുക്കി. ആ ഒരുക്കിയതിൽ അതേ തർസോസ് എന്ന സ്ഥലത്ത് വച്ച് താൻ ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്ന രോഗത്തിനടിമയായി. എന്നാൽ ഒരു വാക്ക് ഞാൻ പറയാതെ പോകാൻ സാധ്യമല്ല. അലക്സാണ്ടർ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് യാത്രാ രേഖകളും യാത്രാ പാതകളും കടൽ വഴി ഒരുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ. സുവിശേഷത്തിന് വേണ്ടി താൻ അറിയാതെ ഒരുക്കിയ വഴിയായിരുന്നു അത്. അതെങ്ങനെയാ പാസ്റ്ററെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? പറഞ്ഞു കേൾക്കാം, ഞാൻ പറഞ്ഞുതരാം. തർസോസിലെ സിഗ്നസ് നദിയിൽ അലക്സാണ്ടർ കുളിച്ചപ്പോഴാ പനി കയറി പിടിച്ചത്. ഈ സിഗ്നസ് നദി എന്താണെന്നറിയാമോ? തർസോസുകാരനായ ശൗല് ജനിച്ച് നടക്കാൻ പ്രായമായപ്പോൾ മുതൽ കുളിക്കുവാൻ ഇറങ്ങിയ നദിയാ. അഥവാ നമ്മുടെ പൗലോസ് എന്ന ശൗല് ചെറുപ്പം മുതൽ കുളിച്ചു വളർന്ന നദിയാണ് സിഗ്നസ് നദി. ആ നദിയിൽ അലക്സാണ്ടർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ആ നദിയിൽ നിന്ന് ഒരു യാത്ര ഒരുവൻ ആരംഭിച്ചു. ഓ പ്രൈസ് ദി ലോർഡ്. സിഗ്നസ് നദിയിൽ അലക്സാണ്ടർ എന്ന ലോകം വെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ടവന്റെ യാത്രയ്ക്ക് അടിവരയിട്ടപ്പോൾ ലോകം വെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ടവൻ അടിവരയിട്ട സ്ഥാനത്തൊന്ന് തർസോസ് എന്ന സ്ഥലത്തു നിന്ന് സിഗ്നസ് നദിയുടെ കരയിൽ നിന്ന് സിഗ്നസ് നദിയിൽ കൂടി ലോകം മുഴുവൻ സുവിശേഷം അറിയിപ്പാൽ 3 ഭൂഖണ്ഡങ്ങളിലായി 3 പ്രാവശ്യം ചുറ്റിക്കറങ്ങാൻ ഒരുവൻ എഴുന്നേറ്റു. അവന്റെ പേരാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അലക്സാണ്ടറേ, നീ കടലിൽ പാതയൊരുക്കിയപ്പോൾ ഒരുക്കപ്പെട്ട പാത വേണ്ട വിധം ക്രമീകരിക്കുവാൻ അതിനുപയോഗിക്കുവാൻ നിനക്ക് സാധിച്ചില്ല. എന്നാൽ പൗലോസ് എന്ന വ്യക്തിയുടെ പ്രത്യേകത കണ്ടോ? 3 പ്രാവശ്യം ഭൂഖണ്ഡം 3 ചുറ്റിക്കറങ്ങി വരുവാൻ കഴിയണമെങ്കിൽ എത്ര ആയുസ് തനിക്കുണ്ടാകണം ഈ പാത ശരിയായില്ലെങ്കിൽ? അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചു, എന്നെ കുറിച്ച് ലോകത്തോടറിയിക്കുവാൻ അലക്സാണ്ടറിനെ കുറിച്ച് പാത ഒരുക്കി ചുരുക്കുമെന്ന് ദൈവം മുന്നമേ കണ്ടു. കുഞ്ഞെ, ഇന്ന് രാത്രി ഒരാത്മിക ദൂത് ഞാൻ പറയാം. നിനക്ക് വേണ്ടി സർവ്വതും മുന്നമേ ഒരുക്കി വെച്ചിട്ട് നിനക്ക് ദൈവം ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ അവകാശം ഒരുക്കുന്നത്. അങ്ങനെ ദൂതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ വിഷയത്തിൽ നിന്ന് ആ വിഷയത്തിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പൊ ഈ അലക്സാണ്ടർ നിർച്ചയേടെ ചെന്ന് പൗലോസ് തുടങ്ങത്തക്ക വിധം ഗ്രീസ് സാമ്രാജ്യം പാത കടൽ വഴി ഒരുക്കി. തോടുകളെയും കനാലുകളെയും ഒന്നിപ്പിച്ചു. വെള്ളങ്ങൾ നിയന്ത്രണ രേഖയിൽ കൂടി വന്ന് ഒരുമിച്ച് ഒരിടത്തെത്തുമുള്ള സംവിധാനം ഗ്രീസ് ഉണ്ടാക്കി.